ഒരാൾ സാമ്പത്തികമായി വല്ലാത്ത പ്രയാസത്തിലാണ്, ഭക്ഷിക്കാൻ ഭക്ഷണം പോലുമില്ല, വിശപ്പാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല, ജോലി അന്വേഷിച്ചിട്ട് അയാൾക്ക് ലഭിക്കുന്നില്ല, അതുപോലെ തന്നെ തന്റെ കുടുംബത്തിന്റെ അത്താണിയായ ആൾ മരണപ്പെട്ടു പോയി, ഇങ്ങനെ പല സാഹചര്യങ്ങളും നമുക്ക് കടന്നു വരാം. അത്തരമൊരു സന്ദർഭത്തിൽ ഒരാൾ എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് ഈ കാര്യം ചെയ്താൽ മതി. അള്ളാഹു അയാൾക്കുള്ള വഴിയുണ്ടാക്കി കൊടുക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് അറാബിയായ ഒരു മനുഷ്യൻ വന്നു. അയാൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, വല്ലാത്ത വിശപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പത്നിമാരോട് ചോദിച്ചു, വീട്ടിൽ വല്ലതും ഇരിക്കുന്നുണ്ട് ഇയാൾക്ക് കൊടുക്കാൻ? അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, വീട്ടിൽ യാതൊന്നുമില്ല. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചുട്ട ആട്ടിറച്ചിയും അതുപോലെ തന്നെ ഖുബ്സും ഇറച്ചിയും ചേർത്തുണ്ടാക്കിയ സെരീദ് എന്ന് പറയുന്ന വിഭവവും ഹദിയയായിട്ട് ലഭിക്കാം. അത് ഈ അറാബിയായ മനുഷ്യന് ഭക്ഷിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകി. അങ്ങനെ അയാൾ അത് ഭക്ഷിച്ചു കഴിഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ താങ്കളുടെ കൂടെയായതുകൊണ്ട് എനിക്കിപ്പോൾ ഭക്ഷണം ലഭിച്ചു. എന്നാൽ ഇതുപോലെയുള്ള കഴിക്കാൻ ഭക്ഷണം പോലും ഇല്ലാത്ത, സാമ്പത്തികമായി വളരെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം അങ്ങില്ലാത്തൊരു സന്ദർഭത്തിൽ എനിക്കുണ്ടായാൽ ഞാൻ എന്ത് ചെയ്യും റസൂലെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, നീ ഇപ്രകാരം പ്രാർത്ഥിച്ചു കൊള്ളുക: അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക വറഹ്മതിക ഫഇന്നഹു ലാ യംലികുഹുമാ ഇല്ലാ അൻത്. അല്ലാഹുവേ, നിന്റെ ഫദ്ലിൽ നിന്നും നിന്റെ റഹ്മത്തിൽ നിന്നും ഞാൻ നിന്നോട് ചോദിക്കുന്നു, അവയെ ഉടമപ്പെടുത്തുന്നവനായി നീയല്ലാതെ മറ്റാരുമില്ല റബ്ബേ. അങ്ങനെ നീ പറയുന്ന പക്ഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കുള്ള ഉപജീവനം നൽകുന്നതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകൂടെ പറയാം: അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക വറഹ്മതിക ഫഇന്നഹു ലാ യംലികുഹുമാ ഇല്ലാ അൻത്. അതുകൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. ഇമാം ഇബ്നു അബി ഷൈബ ഈ ഹദീസ് ഉദ്ധരിച്ച ബാബ് എന്ന് പറയുന്നത്, ഒരാൾക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാത്ത സന്ദർഭം, അതല്ലെങ്കിൽ സാമ്പത്തികമായി വലിയ ഞെരുക്കമുണ്ടാകുമ്പോൾ അയാൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന ടൈറ്റിൽ നൽകിക്കൊണ്ടാണ് ഈ ഹദീസ് ഉദ്ധരിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.